ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ക്രിസ്തീയ വന്ദനം അറിയിക്കുന്നു. വെളിപ്പാട് പുസ്തക പഠനം 11-ാം അധ്യായം 1-ാം വാക്യം വരെ നാം മനസ്സിലാക്കുവാനിടയായി. തുടർന്നുള്ള വാക്യങ്ങൾ നമുക്ക് പ്രാർത്ഥനയോടുകൂടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ധ്യാനിച്ചു പോകാം. അവിടെ 1-ാം വാക്യത്തിൽ യോഹന്നാന് നിയോഗം ലഭിച്ചത് ആലയം അളക്കുവാനായിട്ടാണ്. ആലയം അളക്കുവാനായിട്ട് അവനൊരു കോല് ലഭിച്ചു, കൽപ്പനയും ലഭിച്ചു. ആലയം അളക്കുമ്പോൾ ആലയം അളക്കണം, യാഗപീഠം അളക്കണം, അതിൽ നമസ്കരിക്കുന്നവരെയും അളക്കണം. പ്രാകാരം അളക്കാതെ വിട്ടേക്കുവാൻ പറയുന്നു. അതൊക്കെ എന്താണ് നമ്മൾ ചിന്തിച്ചതാണ്. അവിടെ നമ്മൾ പരിശോധിച്ചപ്പോൾ ആലയം എന്നുള്ളത് ആത്മീയമായ ആലയമാണ്, അല്ലെങ്കിൽ പുതിയ നിയമ സഭയാണ്. പുതിയ നിയമസഭയ്ക്കാണല്ലോ ഒരു ഭൗതിക കെട്ടിടം ഇല്ലാത്തത്. നാം താൽക്കാലികമായിട്ട് ഭൗതിക കെട്ടിടങ്ങളൊക്കെ നമുക്ക് ഉണ്ടെങ്കിൽ തന്നെയും വസ്തുത യേശുക്രിസ്തുവിൻ്റെ സഭയ്ക്ക് ഒരു കെട്ടിടം എന്ന നിലയിൽ ഒരടിസ്ഥാനം ആവശ്യമില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ പുതിയ നിയമസഭയെയാണ് അളക്കുവാൻ യോഹന്നാന് കൽപ്പന കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഈ വെളിപ്പാട് പുസ്തകം തന്നെ 3-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ നമുക്കൊരു കാര്യം പറയുന്നത്, 12 വായിക്കുമ്പോൾ, ജയിക്കുന്നവനെ ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിൽ ഒരു തൂണാക്കും, അവൻ ഒരിക്കലും അവിടെ നിന്ന് പോവുകയില്ല. എൻ്റെ ദൈവത്തിൻ്റെ നാമവും എൻ്റെ ദൈവത്തിൻ്റെ പക്കൽ നിന്ന് സ്വർഗത്തിൽ നിന്ന് തന്നെ ഇറങ്ങുന്ന പുതിയ യെരൂശലേം എന്ന എൻ്റെ ദൈവത്തിൻ്റെ നഗരത്തിൻ്റെ നാമവും എൻ്റെ പുതിയ നാമവും ഞാൻ അവൻ്റെ മേൽ എഴുതും. അപ്പോൾ ഇത് യെരൂശലേം എന്ന പുതിയ നഗരം, അത് സഭയാണ്. അപ്പോൾ സ്വർഗത്തിൽ നിന്നിറങ്ങുന്ന പുതിയ യെരൂശലേം, മേലെയുള്ള യെരൂശലേം നമ്മളുടെ അമ്മ എന്ന് നമ്മൾ ഗലാത്യ ലേഖനത്തിലും വായിക്കുന്നുണ്ടല്ലോ. അപ്പോൾ പുതിയ യെരൂശലേമിനും അതിൽ നമസ്കരിക്കുന്ന രക്ഷിക്കപ്പെട്ട യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളുടെ കൂട്ടായ്മയുമാണ് ഇവിടെ പറയുന്നത്. ആലയവും ആലയത്തിൽ നമസ്കരിക്കുന്നവരും യാഗപീഠവും. യാഗപീഠമെന്ന് പറയുമ്പോൾ ഇവിടെ പുതിയ നിയമ സഭയ്ക്ക് ഒരു യാഗപീഠം ഇല്ല, യാഗപീഠം അർപ്പിക്കേണ്ട ഒരു കാര്യമില്ല. എന്നാൽ അവരുടെ ആത്മീയ ആരാധന, അത് പഴയ നിയമ പശ്ചാത്തലത്തിൽ നിന്ന് പറയുമ്പോൾ അവരുടെ ആത്മീയ ആരാധന ഏത് നിലയിൽ അവർ അർപ്പിക്കുന്നു എന്ന് പരിശോധിക്കണം. അപ്പം അത് പരിശോധിക്കുമ്പോൾ ദൈവം ഇവിടെ ആലയത്തിനെ അളക്കുവാൻ നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ, യാഗപീഠത്തിനെ അളക്കുവാൻ നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ, ആലയത്തിൽ നമസ്കരിക്കുന്നവരെ അളക്കുവാൻ നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ, വ്യക്തമാണ് പുതിയ നിയമ ഭക്തന്മാരെ ഓരോരുത്തരെയും ദൈവം വ്യക്തിപരമായി പരിശോധിക്കുകയും അളക്കുകയും ചെയ്യുമെന്നുള്ളതിന് നമുക്ക് സംശയം വേണ്ട. അതങ്ങനെ തന്നെ ദൈവം ചെയ്യും. അത് തിരുവചനത്തിലെ മറ്റ് വേദഭാഗങ്ങളൊക്കെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ആ ഒരു കാര്യത്തിൽ നാം പൂർണ്ണതയിലേക്ക് വരിക എന്നുള്ളതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഇവിടെ നമുക്ക് ഈ യോഹന്നാൻ്റെ സുവിശേഷം നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ 12-ാം അധ്യായത്തിൻ്റെ 48-ാമത്തെ വാക്യം നമ്മൾ പരിശോധിക്കുമ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നത്, എൻ്റെ വചനം കൈക്കൊള്ളാതെ എന്നെ തള്ളിക്കളയുന്നവനെ ന്യായം വിധിക്കുന്നവനുണ്ട്. ഞാൻ സംസാരിച്ച വചനം തന്നെ ഒടുക്കത്തെ നാളിൽ അവനെ ന്യായം വിധിക്കും. അപ്പോൾ പുതിയ നിയമസഭ വളരെ ശ്രദ്ധയോടുകൂടെ കേൾക്കേണ്ട, മനസ്സിലാക്കേണ്ട ഒരു വചനമാണ്. യേശുക്രിസ്തു സംസാരിച്ച വചനം കൊണ്ട് തന്നെ നമ്മെ ദൈവം ന്യായം വിധിക്കും. ആരെ? ഈ യേശുക്രിസ്തു പറഞ്ഞ വചനത്തിനെ കേൾക്കാതെ പോകുന്നവനെ ന്യായം വിധിക്കുന്ന ഒരുവനുണ്ട് എന്ന് പറഞ്ഞിരിക്കുകയാണ്.
അപ്പോൾ പൗലോസ് അത് തന്നെ വീണ്ടും എടുത്തു പറയുന്നുണ്ട്. ഞാൻ പ്രസംഗിച്ച സുവിശേഷ നിമിത്തം ഒടുക്കത്തെ നാളിൽ നിങ്ങളെ ന്യായം വിധിക്കുന്ന നാളെ ന്യായം വിധിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു. റോമാലേഖനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ സുവിശേഷം മുഖാന്തരം ദൈവത്തിൻ്റെ ജനത്തിനെ ന്യായം വിധിക്കും. അത് സുവിശേഷത്തിനെ തള്ളിക്കളയുന്നവരെ, അല്ലെങ്കിൽ ആലയത്തിൻ്റെ വ്യവസ്ഥ വിട്ട് നടക്കുന്നവരെ. ഇപ്പോൾ നാം ഭൗതിക ആലയമല്ല ഈ പറയപ്പെട്ടിരിക്കുന്ന ആലയമെങ്കിൽ നാം ചിന്തിക്കുന്നത് ആത്മീയമായ ആലയമാണ്. യെരുശലേമിൽ പണിത ആലയമല്ല അളക്കുവാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അത് ആ സമയത്ത് അവിടെ ഇല്ലായിരുന്നു, നമുക്കറിയാവുന്നതാണ്. ആ സമയത്തേക്ക് അതെല്ലാം ഇടിച്ചു കളഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള ഒരു ആലയത്തിനെക്കുറിച്ചല്ല. പിന്നെയോ ആത്മീയ ആലയമാണ്. ആത്മീയമായ ആലയമാണ് ഇവിടുത്തെ ചിന്താവിഷയമെങ്കിൽ അവിടെയുള്ള പോരായ്മകൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അവിടെയുള്ള കോട്ടങ്ങൾ എന്തെല്ലാമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി പോകുന്നത് നന്നായിരിക്കും. അപ്പം ഭൗതിക ആലയം അതിനകത്ത് വിഗ്രഹം പാടില്ല എന്ന് പഴയ നിയമ പുസ്തകങ്ങളിലും പുതിയ നിയമ പുസ്തകങ്ങളിൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ വിഗ്രഹത്തിനെ വെച്ചുകൊണ്ടുള്ള ഒരാലയത്തിലെ ശുശ്രൂഷയും ദൈവം സ്വീകരിക്കുന്നതല്ല. അത് ദൈവത്തിൻ്റെ തന്നെ ആണെങ്കിലും അത് ദൈവത്തിന് സ്വീകാര്യമല്ല. അതുകൊണ്ടാണല്ലോ മീതെ സ്വർഗത്തിലെങ്കിലും താഴെ ഭൂമിയിലെങ്കിലും ഭൂമിക്ക് കീഴെ വെള്ളത്തിലെങ്കിലും യാതൊന്നിൻ്റെയും പ്രതിമ ഉണ്ടാക്കരുത്, അതിനെ നമസ്കരിക്കരുത് എന്ന് വളരെ ശക്തമായിട്ട് തന്നെ ദൈവം 2 നിയമകാലഘട്ടത്തിലും പറയുവാനായിട്ട് ഇടയായത്. അത് പുറപ്പാട് പുസ്തകത്തിൽ നമ്മൾ കാണുന്നു, ആവർത്തന പുസ്തകത്തിൽ നമ്മൾ കാണുന്നു. അവിടെ ആവർത്തന പുസ്തകത്തിൽ നിന്നുള്ളത് നാം വായിക്കുമ്പോൾ ഇങ്ങനെ നമുക്ക് വായിക്കുവാനായിട്ട് കഴിയും: വിഗ്രഹം ഉണ്ടാക്കരുത്, മീതെ സ്വർഗത്തിലെങ്കിലും താഴെ ഭൂമിയിലെങ്കിലും ഭൂമിക്ക് കീഴെ വെള്ളത്തിലെങ്കിലും ഉള്ള യാതൊന്നിൻ്റെയും പ്രതിമ ഉണ്ടാക്കരുത്, അവയെ നമസ്കരിക്കുകയോ സേവിക്കുകയോ ചെയ്യരുത്. യഹോവ എന്ന ഞാൻ തീഷ്ണതയുള്ള ദൈവമാകുന്നു. എന്നെ പകയ്ക്കുന്നവരിൽ പിതാക്കന്മാരുടെ അകൃത്യം 3-ാമത്തെയും 4-ാമത്തെയും തലമുറ വരെ മക്കളുടെ മേൽ സന്ദർശിക്കും. എത്ര വളരെ ശക്തിയേറിയ ഒരു കൽപ്പനയാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ആ പിതാക്കന്മാർ വിഗ്രഹങ്ങളെ നമസ്കരിച്ച് പാപം ചെയ്യുമ്പോൾ 3-ാമത്തെയും 4-ാമത്തെയും തലമുറ വരെ മക്കൾ അതിൻ്റെ കഷ്ടത, അതിൻ്റെ പ്രയാസം അനുഭവിക്കണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. തീഷ്ണവാനായ ദൈവമാണ്, തീഷ്ണതയുള്ള ദൈവമാണ്. ഈ വ്യവസ്ഥയ്ക്കൊക്കെ ദൈവം യാതൊരു വിധമായിട്ടുള്ള വിട്ടുവീഴ്ചയും ചെയ്യുന്നില്ല എന്നുള്ളതാണ് അവിടെ നമുക്ക് മനസ്സിലാക്കേണ്ടതുള്ളത്. യേശുക്രിസ്തു തന്നെ തൻ്റെ ഈ ലോക ജീവിതത്തിൽ കപടഭക്തിക്കാരെ നോക്കിക്കൊണ്ട് പറയുവാനായിട്ട് ഇടയായി: നിങ്ങൾ വെള്ളതേച്ച കുഴിമാടങ്ങളാണ് എന്ന് അവരോട് പറയുവാനായിട്ട് ഇടയായി. അത് നമ്മൾ വായിക്കുന്നത് മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായത്തിൻ്റെ 27-28 വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നു: കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ, നിങ്ങൾക്ക് കഷ്ടം! വെള്ളതേച്ച കുഴിമാടങ്ങളോട് നിങ്ങൾ ഒത്തിരിക്കുന്നു. അപ്പോൾ പുറമേ അഴകായി തോന്നിക്കുന്നുവെങ്കിലും അകമേ ചത്തവരുടെ അസ്ഥിയും സകലവിധ അശുദ്ധിയും നിറഞ്ഞിരിക്കുന്നു. അങ്ങനെ തന്നെ പുറമേ നിങ്ങൾ നീതിമാന്മാർ എന്ന് മനുഷ്യർക്ക് തോന്നുന്നു, അകമോ കപടഭക്തിയും അകൃത്യവും നിറഞ്ഞതത്രേ. അപ്പോൾ അകത്ത് കപടഭക്തിയും അധർമ്മവുമുള്ള വിശ്വാസി, ഇവരെയൊക്കെ അളക്കുവാനായിട്ടാണ് കർത്താവ് അവിടെ പറഞ്ഞിരിക്കുന്നത്. യാഗപീഠം അളക്കുമ്പോൾ യാഗപീഠത്തിലുള്ള ആരാധനാക്രമം അത് അളക്കുവാൻ പറഞ്ഞിരിക്കുന്നു. യാഗപീഠത്തിലുള്ള ആരാധനാക്രമം, അവിടെ യാഗപീഠത്തിലാണല്ലോ ആരാധന അർപ്പിക്കുന്നത്. അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ കൊണ്ടുവന്ന പഴയ നിയമ വ്യവസ്ഥ പ്രകാരം അവർ
ആടിനെ കാളയൊക്കെ അർപ്പിക്കുന്നത്, ദഹിപ്പിക്കുന്നത്. അപ്പം നമ്മുടെ ആ യാഗം അർപ്പിക്കുന്നത് വ്യവസ്ഥ പ്രകാരമായിരിക്കണം. ഇവിടെ പഴയ നിയമ ഭക്തന്മാർ അവർക്ക് വ്യവസ്ഥ കിട്ടിയിട്ടും അവർ ന്യായപ്രമാണത്തിൽ നിന്ന് മാറി അവർ ജാതികളുടെ സമ്പ്രദായങ്ങളോട് ഇടകലർന്ന് ഓരോ വിഗ്രഹങ്ങളിലേക്കും തിരിഞ്ഞ ചരിത്രം റോമാലേഖനത്തിൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നു. അത് നമ്മളിങ്ങനെ തന്നെയാണല്ലോ വായിക്കുന്നത്. റോമാലേഖനത്തിൽ അതും കിടന്ന് വായിക്കാം. അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്നോർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ വർദ്ധരായി തീർന്നു. അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. ജ്ഞാനികളെന്ന് പറഞ്ഞുകൊണ്ടവർ മൂഢന്മാരായിപ്പോയി. അക്ഷയനായ ദൈവത്തിൻ്റെ തേജസ്സിനെ അവർ ക്ഷയമുള്ള മനുഷ്യർ, പക്ഷി, നൽക്കാലി, ഇഴജാതി എന്നിവയുടെ രൂപസാദൃശ്യമാക്കി കളഞ്ഞു. അതുകൊണ്ട് ദൈവം അവരെ തങ്ങളുടെ ഹൃദയങ്ങളിലെ മോഹങ്ങളാൽ സ്വന്തം ശരീരങ്ങളെ തമ്മിൽ അപമാനിക്കേണ്ടതിന് അശുദ്ധിയിലേൽപ്പിച്ചു. ദൈവത്തിൻ്റെ സത്യം അവർക്ക് വ്യാജമാക്കി കളഞ്ഞു. സൃഷ്ടിയേക്കാൾ സൃഷ്ടിയെ ഭജിച്ച് ആരാധിച്ചു. അവൻ എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ. അപ്പോൾ ഇവിടെ സൃഷ്ടിയേക്കാൾ സൃഷ്ടിയെ, സൃഷ്ടിച്ചവനേക്കാൾ സൃഷ്ടിയെ ആരാധിച്ചു. ജ്ഞാനികളെന്ന് വിചാരിച്ചുകൊണ്ട് അവരുടെ ഹൃദയം ദോഷത്തിലേക്ക് പോകുവാനിടയായി എന്ന് റോമർ നമ്മളോട് പറയുന്നു. അപ്പോൾ ഈ കാര്യം ആലയത്തിൽ കൊണ്ടുവന്ന മാറ്റങ്ങളാണ്. അവർ ദൈവത്തിനെ അറിഞ്ഞിട്ടും, ദൈവമുണ്ട് എന്നറിഞ്ഞിട്ടും അവനെ ഓർത്ത് മഹത്വീകരിക്കുകയോ അവന് വേണ്ട ബഹുമാനം കൊടുക്കാതെയോ ആ ദൈവത്തിൻ്റേതെന്ന് പറയുന്ന സ്വരൂപമാണെന്ന് അവർ വിചാരിച്ചുകൊണ്ട് പക്ഷികളിലേക്കോ നാൽക്കാലികളിലേക്കോ ഇഴജാതികളിലേക്കോ ഒക്കെ മാറ്റിയിട്ട് വ്യർത്ഥമായിട്ട് അതിനെ ആരാധിക്കുന്നു. ഇതൊക്കെയാണ് അളക്കുവാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയുള്ള വിഗ്രഹങ്ങളെ ആരാധിക്കുമ്പോൾ ദൈവം പറയുന്നത്, ഞാൻ സംസാരിച്ച വചന നിമിത്തം, സുവിശേഷ നിമിത്തം ന്യായം വിധിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് മനുഷ്യരുടെ അല്ലെങ്കിൽ ഒരു ആളുടെയോ ആരുടെയും ആകാം. അതാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. ഭൂമിക്ക് മുകളിൽ ആകാശത്തിൽ പല വസ്തുക്കളുമുണ്ട്. സൂര്യനുണ്ട്, ചന്ദ്രനുണ്ട്, മാലാഖമാരുണ്ട്, ദൈവമുണ്ട്, കാറ്റുണ്ട്. അപ്പോൾ ഇതൊക്കെ അവിടെ നിൽക്കുമ്പോൾ അതിനെ ഒന്നിൻ്റെയും പ്രതിമ ഉണ്ടാക്കരുത്. ഭൂമിക്ക് കീഴിലേക്ക് വരുമ്പോൾ നമുക്കറിയാം ഇവിടെ എന്തെല്ലാം ഉണ്ടെന്നുള്ളത്. താഴെ ഭൂമിയിൽ ഭൂമിക്ക് കീഴെ എന്തെല്ലാം ഉണ്ടെന്ന് നമുക്കറിയാം. സമുദ്രത്തിലും പാതാളത്തിലും എന്തെല്ലാം ഉണ്ടെന്ന് നമുക്കറിയാം. ഇതിൻ്റെ ഒന്നിൻ്റെയും വിഗ്രഹം ഉണ്ടാക്കി നിങ്ങൾ ആരാധിക്കരുത് എന്ന് വളരെ വ്യക്തമായിട്ട് ദൈവം നമ്മളോട് കൽപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ആരാധിക്കുന്നവരെ ആലയത്തിൽ വന്ന് ഇങ്ങനെയുള്ള സമ്പ്രദായമായിട്ട് ആലയത്തിൽ വന്ന് ആരാധിക്കുന്നവരുടെ യാഗപീഠമുണ്ടെങ്കിൽ ആ യാഗപീഠത്തിനെ അളക്കണം. അതിൽ നമസ്കരിക്കുന്നവരെ അളക്കണം. കപടഭക്തിക്കാരാണോ ഇല്ലയോ എന്ന് അളക്കണം. ഹൃദയത്തിൻ്റെ ശുദ്ധി മനസ്സിലാക്കണം. നമ്മോട് പറഞ്ഞിരിക്കുന്ന ദൈവത്തിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുവാനായിട്ടാണ്. ദൈവം ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന വ്യവസ്ഥ. ഇതിൽ നിന്ന് മാറി മറ്റൊന്ന് ചെയ്യുമ്പോൾ നാം ദൈവത്തിൻ്റെ ശിക്ഷയ്ക്ക് അല്ലെങ്കിൽ സുവിശേഷം മുഖാന്തരം യേശുവിൻ്റെ വചനം തള്ളിക്കളഞ്ഞതുകൊണ്ട് ശിക്ഷയ്ക്ക് പാത്രമായി തീരുമെന്നുള്ള കാര്യം ഗൗരവമായി തന്നെ പരിഗണിക്കണം. അതിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാൻ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ യാഗത്തിനെ സ്വീകരിച്ചുകൊണ്ട് അവൻ കാൽവരിയിലെ ചൊരിഞ്ഞ പുണ്യാഹ രക്തം, അവൻ കാൽവരിയിൽ അർപ്പിച്ച ആ പരിശുദ്ധ യാഗം, ഞാനും നിങ്ങളും ഏറ്റെടുക്കേണ്ടതായിട്ടുള്ള മരണം, ഞാനും നിങ്ങളും ഏറ്റെടുക്കേണ്ടതായിട്ടുള്ള പാപത്തിൻ്റെ ശിക്ഷ, ഞാനും നിങ്ങളും ഏറ്റെടുക്കേണ്ടതായിട്ടുള്ള ആ മഹാദണ്ഡനം. ആ മഹാദണ്ഡനമെന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഏതാണ്ട് ഒരു 3 മണിക്കൂർ നേരത്തേന് അവൻ ലോകമെങ്ങും അന്ധകാരം പിടിച്ചപ്പോൾ യേശു ക്രിസ്തു അനുഭവിച്ച ആ വലിയ ദണ്ഡനം അത് ഒരു മനുഷ്യനും ചിന്തിക്കുവാനായി കഴിയത്തില്ല. അതിലും അപ്പുറമായിരുന്നു അവൻ്റെ വേദന.
നമുക്കുള്ള തിരുവചനത്തിൽ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. പിതാവ് പോലും ആ ദൃശ്യം കാണാൻ കഴിയാതെ അവൻ കണ്ണടച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മുഖം മറച്ച് കണ്ണടച്ചു. അപ്പോൾ അങ്ങനെയുള്ള മഹാദണ്ഡനം നമുക്ക് വേണ്ടിയിട്ട് ഏറ്റവും നമ്മുടെ കർത്താവിനെ നാം മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ അവൻ ചെയ്തത് വലിയതെന്നോർത്ത് അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ നാം ആരാധിക്കണം. അവിടെയാണ് നമ്മുടെ യാഗപീഠം കൃത്യമാകുന്നത്. അല്ലാതെ നാം ഏതെങ്കിലും സമ്പ്രദായത്തിൽ നിന്നുകൊണ്ടോ ഏതെങ്കിലും അനുഷ്ഠാനത്തിൽ നിന്നുകൊണ്ടോ അതിൻ്റെ പുറകെ പോകുമ്പോൾ ദൈവം നമ്മെ ന്യായം വിധിക്കുമെന്നുള്ളത് തിരുവചനമാണ് നമ്മളോട് പറയുന്നത്. അത് നാം ഭയപ്പെട്ട് ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് ക്രമപ്പെടുവാനായിട്ട് നമുക്ക് അവകാശമുണ്ട്. അങ്ങനെ നമ്മുടെ ആത്മീയ ആരാധന അത് ദൈവം നമ്മളെ അളക്കുന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കും. ആത്മാവിൽ ആരാധിക്കാൻ പറയുകയാണ് പൗലോസ് അപ്പോസ്തലൻ വീണ്ടും പറയുന്നത്. നാം തന്നെ പരിശോധനക്കാർ, ദൈവത്തിനെ ആത്മാവിൽ ആരാധിക്കുന്ന നാം ആ പരിശോധനക്കാർ എന്ന് പറയുന്നത് അത് നമുക്ക് ഫിലിപ്പിയ ലേഖനത്തിൽ പൗലോസ് വ്യക്തമാക്കുന്നുണ്ട്. ഒന്ന് വായിക്കാം ഞാനത്. നാം തന്നെ പരിശോധനക്കാർ, ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുകയും ക്രിസ്തുയേശുവിൽ പ്രശംസിക്കുകയും ജഡത്തിൽ പ്രശംസിക്കാതിരിക്കുകയും ചെയ്യുന്ന നാം തന്നെ. അപ്പോൾ നമ്മുടെ പ്രശംസ എപ്പോഴും ക്രിസ്തുവിലായിരിക്കണം. ജഡത്തിൽ പ്രശംസിക്കരുത്. ക്രിസ്തുയേശുവിൽ പ്രശംസിക്കുവാനായിട്ട് നമുക്കിടയാകണം. അവരാണ് ആത്മാവിൽ ആരാധിക്കുന്നത്. ജഡത്തിൽ പ്രശംസിക്കും. നമ്മൾക്കറിയാം ഇപ്പോഴുള്ള പാട്ട് ദൈവ മക്കളുടെ ഇടയിൽ ആത്മീയ ആരാധനയ്ക്ക് പാട്ടുണ്ട്. ഈ പാട്ട് അത് ജഡം പ്രശംസിക്കുവാനായിട്ട് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് എല്ലാം ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യൻ്റെ ഉള്ളിലൊരു വൈകാരികമായ ചാഞ്ചാട്ടം ഉണ്ടാക്കിക്കൊണ്ട് ആരാധിക്കുന്നവരുണ്ട്. ആ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് കൊണ്ടല്ല, ജീവനില്ലാത്ത ഉപകരണങ്ങളാണത്. അപ്പോൾ ആ ജീവനില്ലാത്ത ഉപകരണങ്ങൾ അത് നമ്മുടെ നമുക്കൊരു ആവേശം തരികയാണ്, നമ്മുടെ ജഡത്തിനെ തുള്ളിക്കുകയാണ്, നമ്മുടെ ജഡത്തിന്മേലാണ് അതിൻ്റെ സ്വാധീനം. അങ്ങനെ സ്വാധീനം ചെലുത്തി ആരാധനയിൽ വ്യർത്ഥമായിട്ട് ഭജിക്കുന്നവരുണ്ട്. ഈ സമ്പ്രദായങ്ങളൊക്കെ പിന്നീട് സഭയിലേക്ക് വരുന്നതാണ്. ആദിമസഭയിൽ ഇങ്ങനെയുള്ള മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റിൻ്റെ ഉപയോഗമൊന്നും ഇല്ലായിരുന്നു. അതല്ല എന്ന് വരികിൽ ഈ ധൂപക്കുറ്റി, നമ്മൾ ഇതര ക്രിസ്തീയ സമൂഹത്തിലേക്ക് പോവുകയാണെങ്കിൽ ധൂപക്കുറ്റി വീശുന്ന ആ കാര്യം അതും ആദിമസഭയിലില്ലായിരുന്നു. എന്തിനു വേറെ പറയുന്നു, കുർബാന എന്നുള്ള സമ്പ്രദായം അതും ആദിമസഭയിലില്ലായിരുന്നു. അതൊക്കെ പിന്നീട് കടന്നു വന്നതാണ്. കുർബാനയാകട്ടെ, ധൂപക്കുറ്റിയാകട്ടെ, ഈ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റിൻ്റെ ഉപയോഗമാകട്ടെ, ഇപ്പോൾ ദൈവമക്കളുടെ ഇടയിൽ കർത്തൃമേശ, ഈ കർത്തൃമേശ അത് ഇപ്പോൾ വർഷത്തിലൊന്നെന്നുള്ള നിലയിൽ അല്ലെങ്കിൽ അതിൻ്റെ പീരീഡ് കുറയ്ക്കുകയാണ്. കൂടി വരുമ്പോഴൊക്കെ നമുക്കത് ചെയ്യുവാനായിട്ട് ദൈവം കൽപ്പന തന്നിരിക്കുമ്പോൾ അപ്പോൾ അവിടെ നാം കർത്തൃമേശയിൽ നാം ചില വ്യത്യാസങ്ങൾ വരുത്തി. കർത്തൃമേശയിൽ നമുക്ക് വർഷത്തിലൊന്ന് ആചരിച്ചാൽ മതിയെന്നുള്ള ആ ഒരു ക്രമത്തിലേക്ക് പോയി. കർത്തൃമേശ ആചരിക്കുമ്പോൾ ഈ പാദശുശ്രൂഷ ചെയ്യണമെന്നുള്ള കാര്യം മാറ്റിവെച്ചു. ഇപ്പോൾ ഈ കർത്തൃമേശ കൂടി വരുമ്പോഴൊക്കെയും ചെയ്യണമെന്നുള്ള ഒരു വാക്യം നമുക്ക് തിരുവചനത്തിൽ നിന്ന് കാണുവാനായിട്ട് കഴിയുന്നില്ല. എന്നാൽ കർത്തൃമേശയ്ക്കായിട്ട് അപ്പോസ്തലന്മാർ കൂടി വന്ന ചരിത്രം നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ തിരുമേശ ആചരിക്കുവാനായിട്ട് അവർ കൂടി വന്നു. ഇത് നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെ നാം വളരെ വിവേചനാപൂർവം പരിശോധിച്ചുകൊണ്ട് നമ്മളുടെ ആത്മീയ കാര്യത്തിനെ നാം മുമ്പോട്ട് കൊണ്ടുപോകണം. ഇതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. അപ്പോൾ ആലയവും ആലയത്തിൽ നമസ്കരിക്കുന്നവരും യാഗപീഠവും ഒക്കെ അളക്കുന്നതിൻ്റെ പ്രാധാന്യവും അതിൻ്റെ വസ്തുതയും നാം മനസ്സിലാക്കി. തുടർന്ന് നമുക്ക് ഒരു കാലയളവോടെ പറഞ്ഞിട്ടുണ്ട്. 1200
60 ദിവസവും അല്ലെങ്കിൽ 42 മാസവും. ഇത് രണ്ടും തുല്യമായ കാലമാണ്. ഒന്ന് 42 മാസം എന്ന് പറയുന്നതാണ് 1260 ദിവസം. അതിനെക്കുറിച്ചുള്ള പല വിവരണങ്ങളും ദാനിയേൽ പ്രവചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ദാനിയേൽ പ്രവചനത്തിൽ കാലവും കാലങ്ങളും കാലാംശവും എന്ന് പറയുന്ന ആ ഒരു കാര്യം അവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ അത് ആ ദാനിയേലിലെ കാലയളവുമായിട്ട് പരിശോധിച്ച് നോക്കുമ്പോൾ 3.5 വർഷം കാലം. ആ 3.5 വർഷം ആണ് ഈ 1260 ദിവസം, അതല്ലെങ്കിൽ 42 മാസം. അപ്പോൾ അത് ദാനിയേലിൻ്റെ പ്രവചനത്തിലെ പുസ്തകമായിട്ട് വളരെ കണക്റ്റഡ് ആണ്. ദാനിയേലിൽ അത് പല ഭാഗങ്ങളിൽ നമുക്കവിടെ ഇങ്ങനെയുള്ള റെഫറൻസ് കാണുവാനായിട്ട് കഴിയും. അതിനെക്കുറിച്ച് നമുക്ക് പ്രത്യേകമായിട്ടൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അത് മറ്റൊരു സമയം നമുക്ക് ചിന്തിക്കാം, അടുത്ത തവണ നമുക്കാകാം. അവിടെ തന്നെ മറ്റ് പ്രതിപാദ്യങ്ങളൊക്കെ ഉണ്ട്. 1335 ദിവസം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. 1220 ദിവസം അവിടെ പറയുന്നുണ്ട്. 3.5 വർഷക്കാലം എന്ന് പറയുന്നുണ്ട്. അത് പല റെഫറൻസുകൾ അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇവിടെയും നമുക്ക് 1260 ദിവസം അല്ലെങ്കിൽ 42 ദിവസം ഇങ്ങനെ നാം കാണുന്നുണ്ട്. അത് നമുക്ക് പിന്നീട് പഠിക്കാം. ഇപ്പോൾ ഈ രണ്ട് സാക്ഷികളെന്ന് പറയുന്നത് ദൈവത്തിൻ്റെതാണ്. 2 സാക്ഷികൾ. അവർ ആരൊക്കെയാണ് ഈ സാക്ഷികൾ എന്നുള്ളതിന് വേദപണ്ഡിതന്മാർ പല പല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, അതായത് സെരുബാബേലും യോശുവ എന്ന് പറയുന്ന മഹാപുരോഹിതനായ യോശുവ. അപ്പോൾ അങ്ങനെ അവർ രണ്ടിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു. അതായത് സെരുബാബേലിൽ കൂടി ദാവീദിൻ്റെ സിംഹാസനത്തിൻ്റെ മടങ്ങി വരവും, മഹാപുരോഹിതനായ യോശുവയിൽ കൂടി അഹരോന്യ പൗരോഹിത്യത്തിൻ്റെ മടങ്ങി വരവും ആയിട്ട് വ്യാഖ്യാനിക്കുകയും ചിത്രീകരിക്കുകയും ചെയ്യുന്നവരുണ്ട്. അത് നമുക്കറിയാം. സെരുബാബേലിൻ്റെ സമയം അവൻ ആലയത്തിന് അടിസ്ഥാനം ഇട്ടു, ആലയം അവൻ പൂർത്തീകരിച്ചു. അപ്പോൾ ദാവീദിൻ്റെ മടങ്ങി വരവ് ആയി, പൗരോഹിത്യം അങ്ങനെ ആയി എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു വിഭാഗം ചിന്തിക്കുന്നു. മറ്റൊരു വിഭാഗം അത് പഴയ നിയമ പുതിയ നിയമ ഭക്തന്മാരാണ്. ഈ 2 സാക്ഷികളെന്ന് പറയുമ്പോൾ പഴയ നിയമ പുതിയ നിയമ ഭക്തന്മാരാണ് എന്ന് മനസ്സിലാക്കുന്നവരുണ്ട്. അപ്പോൾ അതും ചിന്താഗതികളാണ്. വചനത്തിൽ നമുക്ക് വേണ്ടത്ര അടിസ്ഥാനം കൊടുത്ത് പഠിക്കുവാനായിട്ട് അവിടെ ആ ചിന്താഗതി നമുക്ക് കഴിയത്തില്ല. ഈ ദാവീദിൻ്റെയും അഹരോന്യ പൗരോഹിത്യത്തിൻ്റെയും മടങ്ങിവരവാണ് എന്ന് പറയുമ്പോൾ അവിടെ സഖരിയാ പ്രവചനത്തിൽ നിന്ന് 4 അധ്യായത്തിൽ അവിടെ പ്രവാചകനോട് ചോദിക്കുന്നത്, നീ എന്ത് കാണുന്നു? അപ്പോഴാണ് പറയുന്നത്, ഞാൻ ഒരു വിളക്ക് തണ്ട് കാണുന്നു. വിളക്ക് തണ്ടിന്മേൽ സ്വർണം കൊണ്ടുള്ള വിളക്ക് തണ്ട്, അതിൻ്റെ മേലെ ഒരു ഗോപുരം പോലെ ഒരു കുടം കമിഴ്ത്തി വെച്ചിരിക്കുന്നു. അതിന് 7 വിളക്ക് അല്ലെങ്കിൽ തിരി കത്തിക്കാനായിട്ടുള്ള സംവിധാനം. അതിൻ്റെ ആ വിളക്കിൻ്റെ 2 സൈഡിലുമായിട്ട് 2 വിളക്ക് തണ്ട്, അതിൻ്റെ 2 സൈഡിലുമായിട്ട് 2 ഒലിവ് നിൽക്കുന്നു. അപ്പോൾ ആ 2 ഒലിവ് നമുക്കറിയാം. പഴയ നിയമത്തിൽ നമ്മളുടെ സമാഗമന കൂടാരത്തിൽ വിളക്കിന് എണ്ണയായിട്ട് ഉപയോഗിക്കുന്നത് ഈ ഒലിവെണ്ണയാണ്. അപ്പോൾ ഈ വിളക്ക് സഖരിയാവിൽ പറയുന്ന ആ വിളക്ക് തണ്ടുകൾക്ക് അതിന്മേലുള്ള ദീപത്തിന് കത്താനായിട്ട് കുഴൽ വഴി ആണ് ഈ ഒലിവുമായിട്ട് ബന്ധിച്ചിരിക്കുകയാണ്. അപ്പം പൈപ്പുണ്ട്, അങ്ങോട്ട് കുഴല വഴി ബന്ധിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ബന്ധിച്ചിരിക്കുമ്പോൾ ഈ ഒലിവിൽ നിന്ന് ഡയറക്റ്റ് ഈ വിളക്കിലേക്ക് എണ്ണ വരികയാണ്. അപ്പോൾ അത് സൂചിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഈ 2 സാക്ഷികളുടെ പ്രവർത്തനം അത് മറ്റ് മാധ്യമങ്ങളൊന്നും ആവശ്യമില്ല. ഡയറക്റ്റായിട്ട് ദൈവത്തിൽ നിന്ന് അവർ കാര്യങ്ങൾ ചെയ്യുന്നു. അതാണ് ആ ഒലിവ്. നമുക്കറിയാം, വിളക്കെന്ന് പറയുമ്പോൾ അത് ലോകത്തിന് പ്രകാശിക്കുവാനായിട്ടുള്ള കാര്യമാണ്. അല്ലെങ്കിൽ സഭ ലോകത്തിൻ്റെ വെളിച്ചമാണ്.
ദൈവമക്കൾ ഓരോരുത്തരും ലോകത്തിൻ്റെ വെളിച്ചമാണ്. അത് കർത്താവ് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ ആകുമ്പോൾ ഈ വിളക്കും അതിലേക്ക് വരുന്ന വിളക്കിൽ നിന്നിലേക്ക് എണ്ണ വരുന്ന ആ കുഴലും ഒക്കെ ദൈവത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ദൈവവചനവും ദൈവത്തിൻ്റെ ആത്മാവുമായി നമുക്ക് പരിഗണിക്കുവാൻ, അല്ലെങ്കിൽ അങ്ങനെ അതിനെ മനസ്സിലാക്കുവാനായിട്ട് ഏറെ പ്രയാസമില്ല. കാരണം ദൈവത്തിനെ അറിഞ്ഞു കഴിയുമ്പോൾ അവർക്ക് നേരിട്ട് ദൈവവുമായിട്ട് ബന്ധപ്പെട്ട് ലോകത്തിൻ്റെ വെളിച്ചമായി മുമ്പോട്ട് പോകുവാൻ സാധിക്കുമെന്നുള്ളത് വ്യക്തമാണ്. അതുകൊണ്ട് ആ സെഖര്യാ പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്ന ആ കാര്യം ഞാനതൊന്ന് വായിക്കുവാനായിട്ട് ആഗ്രഹിക്കണം. 4-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം ഇങ്ങനെയാണ്: 7 വിളക്ക് 7 കുഴലും അതിനരികെ ഒരു വാക്യം കൂടെ കയറ്റി വായിക്കണം. നീ എന്ത് കാണുന്നു എന്ന് എന്നോട് ചോദിച്ചതിന് ഞാൻ മുഴുവനും പൊന്നുകൊണ്ടുള്ള ഒരു വിളക്ക് തണ്ടും അതിൻ്റെ തലയ്ക്കൽ ഒരു കുടവും അതിന്മേൽ 7 വിളക്കും അതിൻ്റെ തലയ്ക്കലുള്ള 7 വിളക്കിന് 7 കുഴലും അതിനരികെ കുടത്തിൻ്റെ വലതുഭാഗത്ത് ഒന്നും ഇടതുഭാഗത്തൊന്നും ഇങ്ങനെ 2 ഒലിവ് മരവും കാണുന്നു. അപ്പോൾ ഇതാണ് നമ്മൾ സെഖര്യാവ് കാണുന്ന ദർശനം. അപ്പം വിളക്കും ഒലിവ് മരവും, വിളക്ക് ഒലിവ് മരവുമായിട്ട് ബന്ധിച്ചിരിക്കുകയാണ് കുഴൽ കൊണ്ട്. അപ്പോൾ ആ ഒലിവിൽ നിന്ന് നേരിട്ട് ഈ വിളക്കിലേക്കുള്ള എണ്ണ വരുന്നു എന്ന് അവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഇനി അതിൻ്റെ 11-ാം വാക്യം: അതിന് ഞാൻ അവനോട് വിളക്ക് തണ്ടിന് ഇടതും വലത്തും ഭാഗത്തുമുള്ള 2 ഒലിവ് മരം എന്താകുന്നു എന്ന് ചോദിച്ചതിന് ഞാൻ 2-ാം പ്രാവശ്യം അവനോട് പൊന്നുകൊണ്ടുള്ള 2 വിളക്കിനരികെ പൊൻനിറമായ എണ്ണ ഒഴുകുന്ന 2 ഒലിവ് കൊമ്പ് എന്താണെന്ന് ചോദിച്ചു. അവൻ എന്നോട് ഇതെന്താകുന്നു എന്ന് നീ അറിയുന്നില്ലയോ എന്ന് ചോദിച്ചതിന് യജമാനനെ എന്ന് ഞാൻ പറഞ്ഞു. അതിനവൻ ഇവർ സർവ്വഭൂമിയെയും കർത്താവിൻ്റെ സന്നിധിയിൽ നിൽക്കുന്ന 2 അഭിഷിക്തന്മാർ. അപ്പം ഈ 2 അഭിഷിക്തന്മാർ സർവ്വഭൂമിയുടെയും ഇടയിൽ നിൽക്കുന്ന, കർത്താവിൻ്റെ സന്നിധി നിൽക്കുന്ന 2 അഭിഷിക്തന്മാരാണ്. സർവ്വഭൂമിയെയും അധികാരപ്പെടുത്തി. അത് ദൈവവചനവും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവുമാണ്. ആ 2 അഭിഷിക്തന്മാർക്ക് മാത്രമേ അങ്ങനെ നിൽക്കുവാനായിട്ട് കഴിയത്തുള്ളൂ. അപ്പോൾ ദൈവത്തിൻ്റെ വചനവും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവും ആണ് ഡയറക്റ്റായിട്ട് ദൈവത്തിൻ്റെ സഭയോട്, ദൈവത്തിൻ്റെ വിളക്കിനോട്, ദൈവത്തിൻ്റെ പ്രകാശത്തിനോട് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. അതാണ് ഏറെക്കുറെ നമുക്ക് വ്യക്തമായി മനസ്സിലാകുന്ന ഒരു വ്യാഖ്യാനം അതാണ്. കാരണം ദൈവമക്കളെല്ലാവരും ലോകത്തിൻ്റെ വെളിച്ചമാണ്. ആ ലോകത്തിൻ്റെ വെളിച്ചമായിരിക്കുന്നവർക്ക് വേണ്ട എണ്ണ ലഭിക്കേണ്ടത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ നിന്നും ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നുമാണ്. അത് മറ്റാരും തരുന്നതിനെക്കാട്ടിലുപരിയായി ദൈവം നേരിട്ട് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് പകരുന്നു. അപ്പോൾ അത് നമുക്ക് മനസ്സിലാക്കുവാൻ പ്രയാസമില്ലാത്ത ഒരു വ്യാഖ്യാനമാണ്. മറ്റുള്ളതൊക്കെ ചില ചെറിയ ചെറിയ കാര്യങ്ങളിൽ നമുക്ക് അതിനകത്ത് ഒരു പ്രയാസമുണ്ടാവും, അതിൻ്റെ വ്യക്തത വരുവാനായിട്ട്. അപ്പം അങ്ങനെ ഈ 2 അഭിഷിക്തന്മാർ അവർ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവും അതുപോലെ തന്നെ ദൈവത്തിൻ്റെ വചനവുമാണ് എന്ന് ഏറെക്കുറെ നമുക്ക് ചിന്തിക്കാം. മറ്റൊരു കാര്യം പറഞ്ഞിരിക്കുന്നത് ഏലിയാവാണ്, അതുപോലെ തന്നെ എലീശയാണ് എന്ന് പറയുന്നുണ്ട്. അത് നമുക്കറിയാം. ഏലിയാവും എലീശയും വളരെ ശക്തിയോടെ ദൈവത്തെ ശുശ്രൂഷിച്ച ദൈവത്തിൻ്റെ ദാസന്മാരാണ്. അപ്പോൾ ആ ദൈവത്തിൻ്റെ ദാസന്മാർ
എലീശയെക്കുറിച്ച് നമ്മൾ രാജാക്കന്മാരുടെ പുസ്തകത്തിലും പുതിയ നിയമത്തിലൊക്കെ കാണുന്നുണ്ട്. എലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ എന്ന് പറയുന്ന ആ വാക്യമൊക്കെ നമുക്കറിയാവുന്നതാണല്ലോ. അപ്പോൾ ആ പഴയ നിയമത്തിലുമുണ്ട്, പുതിയ നിയമത്തിലുമുണ്ട്. അപ്പോൾ എലിയാവിൻ്റെ ശുശ്രൂഷയുടെ ശക്തിയും നമുക്കറിയാവുന്നതാണ്. അപ്പോൾ ആ എലിയാവ് മരണം കാണാതെ എടുക്കപ്പെട്ട ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ മോശയും മരണം കാണാതെ എടുക്കപ്പെട്ട ഒരു വ്യക്തിയാണ്. അപ്പോൾ ആ രണ്ടുപേരും മോശ മരിച്ചു, ഹാനോക്കാണ് മരണം കാണാതെ എടുക്കപ്പെട്ടത്. അപ്പോൾ ഈ 3 വ്യക്തികൾ, അപ്പോൾ അത് 2 സാക്ഷികളെന്ന് പറയുമ്പോൾ എലിയാവും മോശയുമാണെന്ന് പറയാൻ ഒരടിസ്ഥാനം, ഇവർ രണ്ടുപേരും മറുരൂപ മലയിൽ കർത്താവിനോടുകൂടെ പ്രത്യക്ഷപ്പെട്ടു. ഇനിയും മറ്റൊരു ഭാഗം പറയുന്നയാൾ ഇവർ ഹാനോക്കും ഏലിയാവുമാണ്. അവർ മരിച്ചിട്ടില്ല. ഒരു മരണം വരിക്കാനായിട്ട് അവർ കടന്നു വരും, അങ്ങനെ അവർ മരണം ഏൽക്കും എന്ന് ഒരു വിഭാഗം പറയുന്നു. അപ്പോൾ ഇങ്ങനെ പല രീതിയിലുള്ള വ്യാഖ്യാനങ്ങളുണ്ട്. ഒന്നും കൂടെ നമ്മളത് പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ 2 സാക്ഷികളെന്ന് പറയുന്നത് പല ചിന്താഗതിയിൽ കൂടി ആണ് നമ്മളെ വിടുന്നത്. ഒന്ന്, അവർ ദാവീദിൻ്റെ സിംഹാസനത്തിൻ്റെ മടങ്ങിവരവിൻ്റെ പ്രതീകമായിട്ട് സെരുബാബേലും, അതുപോലെ തന്നെ അഹ്റോൻ്റെ പൗരോഹിത്യത്തിൻ്റെ മടങ്ങിവരവിൻ്റെ പ്രതീകമായിട്ട് യോശുവയിൽ കൂടി, മഹാപുരോഹിതനായ യോശുവയിൽ കൂടി അത് കടന്നു വരുന്നുവെന്നും പഠിപ്പിക്കുന്നവരുണ്ട്. രണ്ടാമത്തേത് പുതിയ നിയമ സഭയും പഴയ നിയമ സഭയും, അല്ലെങ്കിൽ ആ പുതിയ നിയമ വിശുദ്ധന്മാരും പഴയ നിയമ വിശുദ്ധന്മാരുമാണ് എന്ന് പറയുന്ന ആ 2 സാക്ഷികൾ അങ്ങനെ വ്യാഖ്യാനിക്കുന്നവരുണ്ട്. മൂന്നാമത്തേത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവും ദൈവത്തിൻ്റെ വചനവുമാണ് എന്ന് സക്രിയ പ്രവചനത്തിലെ ആ വിളക്ക് തണ്ടും ഒലിവുമരവും പ്രതിദാനം ചെയ്ത് അത് അങ്ങനെ വ്യാഖ്യാനിക്കുന്നവരുണ്ട്. അടുത്തത് നാം കണ്ടത് 3 വ്യക്തികൾ. ആ 3 വ്യക്തികൾ മോശ, ഏലിയാവ്, ഹാനോക്ക്. അതിൽ 2 പേര് മരണം കാണാതെ പോയിട്ടുണ്ട്, ഹാനോക്കും ഏലിയാവും. ആ ഹാനോക്കും ഏലിയാവും മരണം കാണാത്തത് കൊണ്ട് അവരാണ് ഇനി മടങ്ങി വന്ന് ഈ ഭൂമിയിൽ മരിക്കും എന്നുള്ള രീതിയിൽ അവർ മരിച്ചു വീഴുന്ന സംഭവമൊക്കെ അവിടെ വെച്ചുകൊണ്ട് അങ്ങനെ പറയുന്നവരുണ്ട്. അതല്ല, അവർ ശക്തിയേറെ ശുശ്രൂഷയും ചെയ്തവരാണല്ലോ. ഈ മോസസും അല്ലെങ്കിൽ മോശയും പിന്നെ ഏലിയാവും ശക്തിയേറിയ ശുശ്രൂഷ ചെയ്തതാണ്. അതായത് രക്തം, വെള്ളത്തിനെ രക്തമാക്കി, അതുപോലെ തന്നെ ഏലിയാവ് അഗ്നിയുടെ അടയാളങ്ങൾ കാണിച്ചു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്തതുകൊണ്ട് ആ ശുശ്രൂഷയോട് കൂടി വരുന്നതാണ് ഇവർ 2 എന്ന് പറഞ്ഞിരിക്കുന്നു. അത് മോശയും ഏലിയാവും കർത്താവിനോടുകൂടെ മറുരൂപ മലയിൽ വന്നതുകൊണ്ട് അവരാണെന്ന് പറയുന്നവരുണ്ട്. എന്താണെങ്കിലും ശരി, നമുക്ക് തിരുവചനത്തിൽ ഏറ്റവും അടുത്ത് നിന്ന് തെറ്റുകൂടാതെ ചിന്തിക്കുവാനായിട്ട് കഴിയുന്നത് ഈ 2 സാക്ഷികളെന്ന് പറയുന്നത് ഇന്ന് സഭയെ നടത്തുന്ന, ഇന്ന് സഭയ്ക്ക് വെളിച്ചം തരുന്ന, ഇന്ന് സഭയ്ക്ക് ശക്തി തരുന്ന അമേനാലിയ 2 പ്രതീകങ്ങളാണ്, 2 വ്യക്തിത്വങ്ങളാണ് ദൈവത്തിൻ്റെ വചനവും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവും. അത് നമുക്ക് ഒഴിച്ചുകൂടാൻ വയ്യാത്ത കാര്യമാണ്. ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിലാണ്, ആ വചനത്തിൻ്റെ ബലത്തിലാണ് നാം ഓരോരുത്തരും ജീവിക്കുന്നത്. ഇതിൻ്റെ ശക്തിയാണ്, ഇതിൻ്റെ പ്രകാശമാണ് ലോകത്തിന് വേണ്ടത്. ആ വിളക്ക് ശോഭിക്കുവാൻ നമുക്ക് സഭയിലായിരിക്കും നമുക്കെല്ലാവരെയും ദൈവം സഹായിക്കട്ടെ. ഇനിയുമുള്ള കാര്യങ്ങൾ നമുക്ക് പിന്നീട് ചിന്തിക്കാം. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. സ്തോത്രം.